കുത്തിക്കണ്ട ചേച്ചി. സമാധാനം കേട്ടോ. ഇന്നലെ ഒരു പോളക്കന്ന് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്റെ മോൻ എന്നെ പിടിച്ച് തല്ലിയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് മക്കളെയും തല്ലി ഭാര്യനെയും തല്ലി. ഭാര്യ പോയി കളഞ്ഞു. പിന്നെ അവന് പോലീസുകാരെ പിടിച്ചോണ്ട് പോയിട്ട് നമുക്കും മക്കളൊക്കെ ഉണ്ട്. നാളെ നമുക്കും ഇത് പറ്റില്ല. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവര് പറയുന്നത്? ഒരു മക്കളായിട്ടുള്ള പ്രശ്നം, കുടുംബ പ്രശ്നം, ഫാമിലി പ്രശ്നം. എന്റെ മകൻ കള്ളു കുടിച്ച് വന്ന് എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. ഭാര്യ എന്നെ പിടിച്ച് തല്ലി, കൊച്ചുങ്ങളെയൊക്കെ തല്ലി. ഭാര്യ പോയി കളഞ്ഞു. പിന്നെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് പോലീസുകാർ പോയി പിടിച്ചോണ്ട് പോയി. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിൽക്കണേയിരുന്നു. പിന്നെ കംപ്ലൈന്റ് ഒഴിവാക്കാന്നോർത്ത് ഞാൻ പോയതാണ്. അത് കാരണം ഇന്ന് മുഴുവനും എനിക്ക് വീട്ടിൽ പോയിട്ടില്ല. അവനെ എങ്ങനെയെങ്കിലും ഇറക്കണമല്ലോ. അത് കാരണം പോയിട്ടും മഞ്ഞാണ്. ഇറക്കിയിട്ടില്ല, ഇറക്കണം ഇനി. ഇറക്കിയില്ലെങ്കിൽ പിന്നെ 2 പിള്ളേരുള്ളതല്ലേ. പ്രശ്നം വീട്ടിലാണെങ്കിലും മക്കളൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിലത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചേച്ചി വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. ആദ്യം വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ടേ വിഷമിച്ച് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വഴിയില്ല. ചേച്ചി പറഞ്ഞില്ലേ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ചെറിയ പിള്ളേരല്ലേ. ചെറിയ പിള്ളേരാണ്. പെണ്ണിനെ വിളിച്ചോണ്ട് വരണ്ടേ? ഇനി എവിടെ പോയ ഇനി എന്തിനാ അവനെ വിളിച്ചോണ്ട് വരുന്നത്? നിങ്ങളെ ഉപദ്രവിച്ചിട്ടല്ലേ അവനിപ്പോ അകത്തായ. പിന്നെന്തിനാ നിങ്ങൾ അവനെ വിളിച്ചോണ്ട് വരുന്നത്? ഇനിയും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? അവൻ അവിടെ കിടക്കട്ടെന്ന്. ഇനി 2 പിള്ളേരും ഭാര്യയുള്ളതല്ലേ. നമ്മളെ തല്ലിയതെല്ലാം വലുതല്ലേ. അതുങ്ങളെ കൊണ്ടുവരണ്ടേ? അതുങ്ങളെ നോക്കണ്ടേ? അപ്പൊ പിന്നെ എങ്ങനെ ഇവനെ നമ്മ വിളിക്കാതെ ഇരിക്കണത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്ടേ എങ്ങനെയെങ്കിലും? അവനെ എന്റെ ചെവിക്കൊല്ലിട്ട് ഒറ്റ അടി തന്നിട്ടുണ്ടല്ലോ. പൊന്നീറ്റ മറന്നുപോയി കണ്ണീന്ന്. അത്ര അടിയായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഇവനെ പോലീസ് സ്റ്റേഷനിൽ കേട്ടാതിരിക്കും? കയറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ പിള്ളേരുടെയും ഭാര്യയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് ഞാനിത് ഇറക്കാൻ നോക്കണം. തല്ലിന്റെ കാര്യമല്ല. അതുങ്ങളും അലോകതിയാവൂലേ എന്നോർത്ത്. എങ്ങനെയാലും പെറ്റ മോനല്ലേ, നമ്മൾ സഹിച്ചല്ലേ പറ്റും. കുറച്ചൊക്കെ നമ്മൾ സഹിക്കുക. 2 കുട്ടികളുള്ളല്ലേ. പിന്നെ ഏതൊരമ്മയ്ക്കും മക്കൾ എത്ര ചെമ്മാടികളാണെങ്കിലും ശരി അവര് ക്ഷമിക്കും. അത് അമ്മയാണ്. എത്ര തെറ്റ് കാണിച്ചാലും അവര് ക്ഷമിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് മകനാണെങ്കിലും ഉള്ള ആരാണെങ്കിലും അവന് സമൂഹത്തിലെ മൊത്തത്തില് അപകടകാരിയാണ്. അവൻ അവിടെ തന്നെ അടക്കട്ടെ. പേപ്പറൊന്നും വായിക്കാറില്ലേ? അമ്മയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. അവനാണ് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉള്ളിലുള്ള തീർന്ന തീർത്താണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചേച്ചി നമുക്കൊരു പണി ചെയ്യാം. ഒരാഴ്ച അവനവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും അവൻ കുറച്ച് പഠിക്കും. അമ്മയുടെ വില അറിയും, ഭക്ഷണത്തിന്റെ വില അറിയും, മക്കളെ കാണാണ്ടിരിക്കുമ്പോഴുള്ള വിഷമം അറിയും. അപ്പോഴേക്കും ആ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ മാറിയിരിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റേ മാർഗ്ഗമുള്ളൂ. DADX സെന്ററിൽ എവിടെയെങ്കിലും കുട്ടികൾക്കുള്ള എന്തെങ്കിലും നടപടി എന്നാ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാവുന്നുള്ളൂ. പിന്നെ എങ്ങനെയും വരട്ടെ. ഒരാഴ്ച 2 ആഴ്ചക്ക് നോക്കാം. വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കാം. ശരിയായില്ല പിന്നെ നോക്കാം. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിയമം കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ തൂഫാനുള്ളതുകൊണ്ട് അവര് പൊക്കിയെടുത്തോണ്ട് വന്നാൽ 3 വർഷം അവന് ഏതായാലും കുശാലാണ്. അപ്പൊ അതിനിടയ്ക്ക് മാറ്റി എടുക്കേണ്ട ഒരു നമ്മുടെയൊക്കെ കടമയാണ്. ഒരാളെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണെങ്കിലും നന്നായി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം. ഇതിപ്പോ നോക്കാം. 2 ആഴ്ച നോക്കാം. ഇടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക. ഇവിടെ അവര് ബാധ്യതയായിട്ട് നോക്കുക. അപ്പൊ ഇന്ന് പോയി ആ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിൽക്ക്. ഒരാഴ്ച നമുക്ക് കിട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞു പോകും. പിള്ളേരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം വന്ന. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം മറ്റേ തലേനെങ്കിൽ അവരുടെ വീട്ടിൽ കൊടുക്കാൻ അത്രയും തല്ലാണ് അതിനെ പറ്റിയത്. അപ്പൊ എല്ലാവരും വെച്ചു കൊടുക്കട്ടെ പോയി. അതാണ് ശരിക്കും ചിന്തിക്കേണ്ടത്. ഓട്ടോറിക്ഷ അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ വീട്ടിൽ വരെ
ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും.